മീഷോയിൽ വ്യാപാരിയായി രജിസ്റ്റർ ചെയ്ത ശേഷം കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രതികൾ പിടിയിൽ. ഏകദേശം 5.5 കോടി രൂപ തട്ടിയെടുത്തതായാണ് മീഷോ അധികൃതർ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ 3 പേരാണ് പിടിയിലായത്. ഉത്തം കുമാർ, പാർത്ഭായി മൻഗുഗിയ, മൌലിക് ഗോറി എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരന്മാർ ഉൾപ്പെടെ ഇനിയും നിരവധി പേർ പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 25 ലക്ഷത്തോളം രൂപ പിടിയിലായവരിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ഒപ്പം 250 സിം കാർഡുകളും 50 ബാങ്ക് അക്കൗണ്ടുകളും ഉപയോഗിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനമെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ വർഷം ജനുവരി മുതൽ ജൂലൈ വരെയുള്ള 7 മാസങ്ങളിൽ നിന്നായി 5.5 കോടി രൂപയാണ് ഇവർ മീഷോയിൽ നിന്ന് തട്ടിയെടുത്തത്. ജൂലൈ 26-ന് തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ട മീഷോ അധികൃതർ പോലീസിൽ പരാതി നൽകിയതോടെയാണ് വിവരം പുറം ലോകം അറിയുന്നത്. ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നതിന് പകരം മീഷോയെ തന്നെ കബളിപ്പിക്കുകയായിരുന്നു സംഘം. ഓം സായി ഫാഷൻ എന്ന പേരിൽ മീഷോയിൽ ഒരു വ്യാപാരിയായി രജിസ്റ്റർ ചെയ്തായിരുന്നു സംഘത്തിന്റെ തട്ടിപ്പ്. 2000 രൂപയോളം വില വരുന്ന സാരികൾ ഉൾപ്പെടെയുള്ള വില കൂടിയ വസ്തുക്കൾ ഇവർ മീഷോയിൽ വിൽപ്പനയ്ക്ക് വെച്ചു. ശേഷം ഇവർ തന്നെ വ്യാജ വിലാസങ്ങളിലൂടെ സാധനങ്ങൾ ഓർഡർ ചെയ്യും. തുടർന്ന് സാധനങ്ങൾ ആ വിലാസങ്ങളിലേക്ക് ഇവർ തന്നെ അയക്കുകയും ചെയ്യും. എന്നാൽ 2000 രൂപയുടെ സാരി ആവശ്യപ്പെട്ട് ഇവർ തന്നെ നൽകുന്ന വ്യാജ ഓർഡറിൽ അയക്കുന്നത് നിസ്സാര വിലയുള്ള ടീഷർട്ടുകളോ അതുപോലുള്ള സാധനങ്ങളോ ആവും. എന്നാൽ വിലാസം തെറ്റായിരിക്കുന്നതോടെ ആവശ്യക്കാരിലേക്ക് എത്താതെ കൊറിയർ തിരികെ എത്തും. പിന്നാലെ ബോക്സുകൾ തുറക്കുന്നതിന്റെ വീഡിയോ ഇവർ ചിത്രീകരിച്ച് മീഷോയ്ക്ക് അയക്കുകയും ചെയ്യും. വില കൂടിയ വസ്തുവാണ് അയക്കുന്നതെങ്കിലും തിരികെ വന്നത് വില കുറഞ്ഞ സാധനമാണെന്നും ഉപഭോക്താവ് സാധനം മാറ്റി അയച്ച് കബളിപ്പിച്ചെന്നും പരാതി നൽകും. പരാതികൾ പരിശോധിക്കാനായി മീഷോ ഒരു സ്വകാര്യ ഏജൻസിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ ഏജൻസി ഇവരുടെ വീഡിയോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിച്ച് പണം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് നൽകുകയാണ് പതിവായി ചെയ്തു വന്നിരുന്നത്. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പ്രതികൾ ആഡംബര ജീവിതമാണ് നയിച്ചു പോന്നിരുന്നതെന്ന് പോലീസ് പറയുന്നു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.